പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ സുന്ദരമായ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ സ്കൂളുകളിലേക്ക് പോകുന്ന സമയമാണ്. നമ്മുടെ മക്കളുടെ സ്കൂളിലെ പഠന പുരോഗതി അത് നമുക്കൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാം. എങ്ങനെ? അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിൽ ഉറക്കാനും അവരുടെ സ്വഭാവങ്ങളൊന്ന് നന്നായി കിട്ടാനും. പല കുട്ടികൾക്കും നല്ല പഠനം ഉണ്ടാവും, നല്ല A+ കിട്ടും, പക്ഷേ സ്വഭാവം മോശമാണ്. അപ്പോൾ സ്വഭാവം നന്നാവാനും അവരുടെ പഠനങ്ങൾ നന്നാവാനും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് നൽകിയ ഒരു സ്വലാത്തുണ്ട്. ഈ സ്വലാത്ത് എപ്പോൾ ചൊല്ലണം, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ആരാണ് ചൊല്ലേണ്ടത്, വിശദമായി ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് കേൾക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പല സ്ഥലത്തും വലിയ പന്തലൊക്കെ ഇട്ടു. കാരണം മഴയൊക്കെ വന്നാൽ ഉദ്ഹിയ്യത്ത് മുടങ്ങിപ്പോകരുത്, അതുകൊണ്ട് പന്തലൊക്കെ ഇട്ട് വലിയ ഉഷാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ, ആരുടെയും സംശയം കൊണ്ട് തീരുന്നില്ല. പല വീഡിയോകളിലും ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉസ്താദേ, ഞാൻ ഉദ്ഹിയ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അറുത്തിരുന്നു, പക്ഷെ ആ സമയത്തൊക്കെ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി. നിയ്യത്ത് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ വെച്ചില്ല. എൻ്റെ ഉദ്ഹിയ്യത്ത് ശരിയാകുമോ? എങ്ങനെയാണ് കൃത്യമായി നിയ്യത്ത് വെക്കേണ്ടത്? അതൊരാളുടെ സംശയം. അതുപോലെ തന്നെ ഉസ്താദെ, ഞാനും എൻ്റെ ആങ്ങളയും കൂടി 5000 രൂപ വീതം ഇട്ട് ഒരു ഷെയർ, 10000 രൂപയാണ് ഒരു ഷെയർ, 5000 രൂപ ഞാനും 5000 രൂപ എൻ്റെ ആങ്ങളയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ ഒരു ഷെയർ ചേരുന്നു. അങ്ങനെ ചെയ്താൽ ഉദ്ഹിയ്യത്ത് ശരിയാകുമോ? ഉസ്താദെ, താടി, മുടി, നഖമൊന്നും ഉദ്ഹിയ്യത്ത് ചേർന്ന ആളുകൾ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരി, പക്ഷേ ഡ്രിം ചെയ്യാമോ? അല്ലെ, ഡ്രിമ്മർ വെച്ച് ഡ്രിം ചെയ്യാമോ? വെട്ടാൻ പാടില്ലെന്നല്ലേ? ഡ്രിം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു സംശയമാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? അതുപോലെ തന്നെ ഉസ്താദെ, ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത് പോത്തിനെയല്ലേ? പല സ്ഥലത്തും എരുമയെ അതുപോലെ പശുവിനെയൊക്കെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് കണ്ടു. അത് ശരിയാകുമോ? സ്വാഭാവിക സംശയമല്ലേ? എന്താണ് അതിൻ്റെ ഉത്തരം? പിന്നെയോ ചില ആളുകൾ ചോദിച്ചു, കോഴിയെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ. അപ്പോൾ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല സംശയങ്ങൾക്കുള്ള മറുപടി വ്യക്തമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹ, ബഹുമാന, ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഒരുപാട് പേര് ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടി നമ്മൾ പല വീഡിയോകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 ആളുകൾ ചോദിച്ച ഒരു സംശയമാണ്. ഒരു സഹോദരി ചോദിച്ചത്, ഞാനും എൻ്റെ ആങ്ങളയും കൂടി ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഒരു ഷെയർ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു 10000 രൂപ ഷെയർ ചേരാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഞാൻ 5000 രൂപ എടുക്കുന്നു, എൻ്റെ ആങ്ങള 5000 രൂപ എടുക്കുന്നു. അങ്ങനെ ഈ 2 പേരും കൂടി 5000 രൂപ ഇട്ട് 10000 രൂപ ഒരു ഷെയർ. അങ്ങനെ ശരിയാവൂ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളയും കൂടി ഒരു ഷെയർ ചേരലല്ല, ഒരു ഷെയർ ഒരാൾക്കേ പറ്റൂ. ഒരു ഷെയർ ഒരാൾക്കേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഈ പ്രാവശ്യം ആങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുക, എന്നിട്ട് ഒരു ഷെയർ ചേരുക. അടുത്ത വർഷം ആങ്ങളക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക, 5000 രൂപ അങ്ങോട്ട് കൊടുക്കുക, അയാൾ അടുത്ത വർഷം ചേരട്ടെ. അപ്പോൾ 2 പേർക്കും കൂടി ഒരു ഷെയർ അല്ല, ഒരാൾക്ക് ഒരു ഷെയറാണ് പറ്റുകയുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ 2 പേരും 2 ഷെയർ ചേരലാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഭാര്യ ഉദ്ഹിയ്യത്ത് ചേർന്നിട്ടുണ്ട്, അതിൻ്റെ പൈസ കൊടുക്കുന്നത് ഭർത്താവാണ് എങ്കിൽ ശരിയാവുമോ? ശരിയാവും. ഇപ്പോൾ ഭാര്യ ചേർന്നാലും ഉമ്മ ചേർന്നാലും വാപ്പ ചേർന്നാലും അതിൻ്റെയൊക്കെ പൈസ കൊടുക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ അത് ഉദ്ഹിയ്യത്ത് ശരിയാകും. പിന്നെ ഈ പൈസ കൊടുക്കുന്ന ആൾ കരുതേണ്ടത് എന്താണ്? ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ ഉദ്ഹിയ്യത്ത് ഞാൻ ചേരുന്നതെങ്കിൽ ഞാൻ എന്ത് കരുതണം? എൻ്റെ ഭാര്യയുടെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് ഞാനിത്, അതിൻ്റെ പൈസ ഞാനിതാ കൊടുക്കുന്നു എന്നാണ് അയാൾ മനസ്സിൽ കരുതേണ്ടത്. അപ്പോൾ അയാൾ പൈസ കൊടുത്താലും, ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ പ്രാവശ്യം ഉദ്ഹിയ്യത്ത് അറുക്കുന്നു, അതിൻ്റെ പൈസ കൊടുക്കുന്നത് ഞാനാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം എൻ്റെ ഭാര്യയ്ക്കും കിട്ടുന്നതാണ്. പിന്നെ പലരും ചോദിച്ചു, ഉസ്താദേ, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഈ പോത്തിനെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്, ചില നാടുകളിൽ എരുമയെ അതുപോലെ പശുവിനെയൊക്കെ ഉദ്ഹിയ്യത്ത് അറുക്കാറുണ്ട്, അത് ശരിയാകുമോ? ശരിയാകും. കാരണം ആട്, മാട്, ഒട്ടകം ഈ 3 എണ്ണത്തിലുമാണ് എന്ത് ഉദ്ഹിയ്യത്ത് പറ്റുള്ളൂ. കോഴിയെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റില്ല. പിന്നെ ഈ മാട് എന്ന വിഭാഗത്തിൽ എന്തൊക്കെ പെടും? പോത്ത് പെടും, എരുമ പെടും, കാള പെടും, അതുപോലെ പശു പെടും. ഇതൊക്കെ അതിനകത്ത് പെടും. ഒട്ടകം പിന്നെ വേറെ.
അപ്പോൾ ഈ എരുമയെ അറുത്താലും ഉദഹിയത്താകും, അതുപോലെ തന്നെ പോത്തിനറുത്താലും പശുവിനറുത്താലും ഒക്കെ ഉദഹിയത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പലരും ചോദിച്ചൊരു സംശയമാണ്, ഉസ്താദെ ഈ ഉദഹിയത്ത് ചേർന്ന ആളുകൾ മുടി, താടി, നഖം ഒന്നും വെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ താടിയും മീശയും മറ്റേ തലമുടിയൊക്കെ വെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഡ്രിമ്മ് ചെയ്യാവോ? ഡ്രിമ്മ് മൊത്തത്തിൽ കളയാം. ഡ്രിമ്മ് പല രൂപത്തിലുണ്ട്, മൊത്തത്തിൽ കളയാം, കുറച്ച് കളയാം. ഈ വെട്ടലും ഡ്രിമ്മ് ചെയ്യലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒന്നും പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം അങ്ങനെ ചെയ്യരുത്, കറാഹത്താണ് ചെയ്യൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹനഫി മദ്ഹബ് പ്രകാരമൊക്കെ അതെന്താണ് ഹറാമിലേക്ക് പോകും എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. ഓരോ വിഷയത്തിലും ഒരുപാട് വ്യത്യസ്തമായ പണ്ഡിത വീക്ഷണങ്ങളുണ്ടാകും. ഹറാമാണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പരിപാടിക്ക് നിൽക്കരുത്. ഇപ്പം തന്നെ കൊഴിഞ്ഞു പോകുന്നതാണെങ്കിൽ വിഷയമില്ല. അപ്പോൾ ഈ ഉളഹിയ്യത്ത് ചേർന്നിട്ടുള്ള സ്ത്രീകൾ, അവർക്കും ഈ നിയമം ബാധകമാണോ? അവർക്കും ഈ നിയമം ബാധകമാണ്. ഉളഹിയ്യത്തിന് ചേർന്നിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? അവരുടെ മുടിയോ നഖമോ ഒന്നും അവർ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ മുടി ഇരുന്ന സമയത്ത് ഇപ്പോൾ മുടി പോയി എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അതെന്ത് ചെയ്യുക? നമ്മളത് സാധാരണ ചെയ്യുമ്പോൾ ഈ ഹൈദിൻ്റെ സമയത്ത്, നിഫാസിൻ്റെ സമയത്തൊക്കെ ചെയ്യില്ല, കുഴിച്ചിടുക. അങ്ങനെ കുഴിച്ചിടലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മനഃപൂർവ്വം വെട്ടാനും പാടില്ല, ഡ്രിമ്മ് ചെയ്യാനും നിൽക്കണ്ട. അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. അത് ചെയ്യേണ്ടത് മുടി താടിയൊക്കെ വെട്ടാൻ പറ്റുന്നത് നമ്മുടെ ഉളഹിയ്യത്ത് എപ്പോഴാണോ അറക്കപ്പെടുന്നത് അതിന് ശേഷമാണ് മുടിയും താടിയൊക്കെ വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ പ്രതിഫലം മുഴുവനും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഉസ്താദ്, ജന്മനാ കൊമ്പില്ലാത്ത മൃഗം, ജന്മനാ കൊമ്പില്ലാത്ത മൃഗമുണ്ട്, ആടാവട്ടെ അല്ലെങ്കിൽ പോത്താവട്ടെ, ജന്മനാ കൊമ്പില്ല എങ്കിൽ അതിനറക്കാവോ? അതിനറക്കാം, കുഴപ്പമില്ല. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കൊമ്പ് ഒടിഞ്ഞു പോയതാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം, അത് വേണ്ട. അല്ല ജന്മനാ അതിന് കൊമ്പില്ല, അല്ലെങ്കിൽ ജന്മനാ അതിന് എന്താണ് വാലില്ല, അല്ലെങ്കിൽ വാല് മുറിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഇത് ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് അത് മുറിഞ്ഞു പോയതാണ്, അപ്പം എന്താണ്, അത് ന്യൂനതയാവും. അപ്പോൾ അത് പറ്റില്ല, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മക്കളുടെ അഖീഖ ഈ ഉദ്ഹിയ്യത്തിൻ്റെ കൂടെ ഒരു ഷെയറായി ചേരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എൻ്റെ മകൻ്റെ അഖീഖ ഞാൻ അറുത്തിട്ടില്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഉദ്ഹിയ്യത്തിൻ്റെ 7 ഷെയർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു ഷെയർ ഞാൻ എന്ത് ചെയ്യും? 10,000 രൂപ ഞാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ മകൻ്റെ സുന്നത്തായ അഖീഖയാണ് എന്ന് പറഞ്ഞ് ആ ഉദ്ഹിയ്യത്തിൽ 7 പേര് ഷെയർ കൂടുന്ന കൂട്ടത്തിൽ എനിക്കെന്ത് ചെയ്യാം? എൻ്റെ മകൻ്റെ അഖീഖയും ചേരാൻ പറ്റുന്നതാണ്. പിന്നെ ഉളഹിയ്യത്തിന് കൊടുക്കുന്ന ആട് അതിൻ്റെ ചെവി ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെവി നീണ്ടതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉസ്താദെ, ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് ആടിനെ അറുത്തു കൊടുത്തു, ഇപ്പോൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയില്ല, എന്നാൽ ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് ചെയ്യണമെന്ന്. അങ്ങനെ കടം വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉളഹിയ്യത്ത് ആർക്കാണ് സുന്നത്താകുന്നത്? കഴിവുള്ളവനാണ്. കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിൽ അവർക്ക് സുന്നത്തില്ല. അപ്പോൾ തീരെ പൈസ ഇല്ല, നമ്മുടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് എങ്കിൽ അവർക്കത് വരുന്നില്ല. അപ്പോൾ നമുക്ക് കഴിവുണ്ടായാൽ എന്ത് ചെയ്യുക? ഉളഹിയ്യത്ത് അറക്കുക. പിന്നെ ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി നമുക്ക് അല്പം കഴിക്കാമല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറച്ചി കഴിക്കരുതെന്ന്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഹൈ ലെവൽ കൊളസ്ട്രോളുള്ള ആളുകൾക്കൊന്നും ഈ മീറ്റ് ഉപയോഗിക്കാൻ പാടില്ല, റെഡ് മീറ്റ് അത് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? എന്താണ്, കൊളസ്ട്രോൾ കൂടും, അല്ലെങ്കിൽ എന്താണ്, അതുപോലെ BP കൂടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് കഴിക്കാതിരിക്കലാണ് വേണ്ടത്. ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫർളായ കാര്യമൊന്നുമല്ല, ഒരല്പം ബർക്കത്തിനായി കഴിക്കാമെന്നല്ലാതെ അത് തന്നെ കഴിക്കണം എന്നൊന്നുമില്ല. ഈ 4 പെരുന്നാൾ തീരുന്നതിന് മുമ്പ് ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി തിന്നു തീർക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉളഹിയ്യത്തിൻ്റെ ഇറച്ചിയൊക്കെ തിന്നു തീർക്കണം, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ ഇറച്ചി ഉണക്കി സൂക്ഷിക്കുമായിരുന്നു, അതുപോലെ ഇനി അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിക്കും. അതൊക്കെ ഇപ്പോൾ 1 മാസമല്ല 2-3 മാസമൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ 6 മാസമൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി ഇന്ന സമയം കൊണ്ട് കഴിച്ചു തീർക്കണം അങ്ങനെയൊന്നും നിയമം ഇല്ല. ഉളഹിയ്യത്ത് അറക്കുന്ന സമയത്ത് സ്ത്രീകൾ ഉളഹിയ്യത്തിൽ ചേർന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ അറുക്കുന്ന ആ ഒരു സ്ഥലത്ത് സ്ത്രീകൾ ഹാജരാവാൻ നിർബന്ധമാണോ? സ്ത്രീകൾ അവിടെ ഉണ്ടാവണോ? അങ്ങനെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല.
ഇപ്പോൾ ഈ ഗൾഫിലുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വരാൻ പറ്റൂല, അതുകൊണ്ട് അവർ അവിടെ ഇല്ലെങ്കിലും അവരുടെ ഉദ്ഹിയ്യത്ത് ശരിയാകും, നിയ്യത്ത് വെച്ചാൽ മതി. എന്നതുപോലെ തന്നെ സ്ത്രീകളും അറക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് ഞങ്ങളും വരട്ടെ, ഞങ്ങളും ചേർന്നതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല. എന്നാൽ അതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവൽ നല്ലതാണ്, പക്ഷേ നമുക്കങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാലും മതി. എന്ത് ചെയ്യും, ആ മനസ്സിൽ നിയ്യത്ത് കൊണ്ടുവരിക, എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് ഞാൻ ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ എന്തായും അതിൻ്റെ പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്ത് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്ഹിയ്യത്ത് നേർച്ചയാക്കി എന്നൊരാൾ കരുതുകയാണ്. അപ്പോൾ അങ്ങനെ നേർച്ചയാക്കുന്ന സമയത്ത് ഇപ്പോൾ 7 പേര് ചേർന്നിട്ട് അതിൽ ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ഉദ്ഹിയ്യത്ത് കഴിക്കാമോ? ഇപ്പോൾ അതൊരു സ്വാഭാവികമായ സംശയമാണ്. അപ്പോൾ ഏതിറച്ചിയാണ് നേർച്ചയാക്കിയത്, ഒരു പോത്തിനെ അറുത്താൽ ഏതിറച്ചിയാണ് നേർച്ചയാക്കിയത്, ഏതിറച്ചിയാണ് നേർച്ചയാക്കാത്തത്, എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഉദ്ഹിയ്യത്ത് ചേർന്നു, ഞാൻ നേർച്ചയാക്കി, അതായത് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഉദ്ഹിയ്യത്ത് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എൻ്റെ രോഗം മാറാൻ, അല്ലെങ്കിൽ എൻ്റെ ജോലി ശരിയാവാൻ. അങ്ങനെ പലരും നേർച്ചയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഷെയറാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 7 പേര് കൂടി ഒരു പോത്തിനെ അറുക്കുന്നു, ബാക്കിയുള്ള 6 പേരും സുന്നത്തായ ഉദ്ഹിയ്യത്താൻ. എൻ്റെ ഷെയർ ഞാൻ ചേർന്നത് നേർച്ചയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ഷെയറിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഷെയറിൽ നിന്നും, എൻ്റെ ഷെയറിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഇറച്ചി മുഴുവനും മറ്റുള്ളവർക്ക് സ്വതക്ക് കൊടുക്കലാണ് വേണ്ടത്. ഇപ്പോൾ 7 പേര് ചേരുമ്പോൾ 7 പേർക്കും ഓരോ ഓഹരി കിട്ടില്ല. ചിലപ്പോൾ 6 കിലോ വെച്ച് അല്ലെങ്കിൽ 10 കിലോ വെച്ചൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. അപ്പോൾ എത്ര കിലോ ആണോ എൻ്റെ വിഹിതം, എത്രയാണോ എനിക്ക് കിട്ടുന്നത്, അതിൽ നിന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണം, അത് മുഴുവനും മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കണം. എന്നിട്ട് എൻ്റെ കൂടെ അറുത്ത വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, എൻ്റെ കൂടെ ഷെയർ ചേർന്ന് ബാക്കി 6 പേര്, അവരിൽ നിന്നും ആരെങ്കിലും ഒരാൾ എനിക്ക് കുറച്ച് ഇറച്ചി തന്നാൽ അതെനിക്ക് കഴിക്കാം. അല്ലാതെ എൻ്റെ ഓഹരിയിൽ നിന്നും ഞാൻ കഴിക്കാൻ പാടില്ല. അത് മുഴുവനും ഞാൻ മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കലാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ നിയ്യത്ത് വെക്കുമ്പോൾ ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷം ഉദ്ഹിയ്യത്ത് ചേർന്നു, അപ്പോൾ ഈ നിയ്യത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല, നിയ്യത്ത് പലപ്പോഴും വെച്ചിട്ടില്ല, പിന്നെ പലപ്പോഴും നിയ്യത്ത് വെച്ചു, അതൊക്കെ ശരിയായോ എന്നറിയില്ല, ഇത് എൻ്റെ ഉദ്ഹിയ്യത്തിൻ്റെ പൈസയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തുള്ളൂ, നിയ്യത്തായി ഞാൻ വെച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇനി വരുന്ന വർഷങ്ങളിൽ അതൊക്കെ ഖളാ വീട്ടണോ, വീണ്ടും അത് ഉദ്ഹിയ്യത്ത് ചേരണോ എന്നൊരാൾ ചോദിച്ചു. ഇപ്പോൾ നമ്മളത് ചെയ്തിട്ട് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അല്ലേ. കഴിഞ്ഞ വർഷങ്ങളും അതിൻ്റെ മുമ്പത്തെ വർഷവും നമ്മളൊക്കെ നിയ്യത്ത് വെക്കാതിരുന്ന എന്താ, ഇങ്ങനൊരു പരിപാടിയുണ്ട്, നിയ്യത്തെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് നമുക്കറിയില്ലായിരുന്നു അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ പടച്ചോൻ്റെ കയ്യിലാണ്, അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹുവെ സ്വീകരിക്കണേ നമ്മൾ ദുആ ചെയ്യുക. എന്നിട്ട് ഇനിയുള്ള കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക, നിയ്യത്ത് വെക്കുക. അതായത് പൈസ കൊടുക്കുന്ന സമയത്ത്, അതായത് അറുക്കുന്നതിന് മുമ്പ്, എൻ്റെ ഉദ്ഹിയ്യത്ത് ഞാൻ ചേർന്നിട്ടുള്ള മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണ് എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മൾ നാവ് കൊണ്ട് പറയൽ പ്രത്യേകം സുന്നത്താണ്, മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണ് എന്ന് ആ ഒരു നിയ്യത്ത് ആരാണോ പൈസ കൊടുക്കുന്നത് അവരുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചു, ഉസ്താദെ എൻ്റെ വീട്ടിൽ ഞാൻ പൂച്ചയെ വളർത്തുന്നുണ്ട്, അപ്പോൾ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി പൂച്ചക്ക് കൊടുക്കാമോ എന്ന്. ഈ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി മനുഷ്യന്മാർക്ക് കഴിക്കാൻ വേണ്ടിയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നു, ആ കൂട്ടത്തിൽ നമ്മൾ ഇറച്ചി കറിയൊക്കെ വെച്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ പൂച്ച വന്നു ഒരല്പം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹറാമൊന്നുമല്ല, എന്നാലും മനുഷ്യന്മാർ കഴിക്കലാണ് വേണ്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചിയല്ല, വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും മീനോ ഇറച്ചിയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് പൂച്ചക്ക് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഈ അവസാന നിമിഷങ്ങളിൽ പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച ചില സംശയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നിസ്കാരത്തിൽ ചില ആളുകൾ ചോദിച്ച ഒരു സംശയം, ഒരു സഹോദരി ചോദിച്ചു, നിസ്കാരത്തിൽ ഈ മുടി കെട്ടിവെക്കാമോ എന്നുള്ളൊരു സംശയം ചോദിച്ചിരുന്നു. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം, നിസ്കാരത്തിൽ മുടി കെട്ടിവെക്കാമോ. അതുപോലെ തന്നെ ഈ നിസ്കരിക്കുന്ന പുരുഷന്മാർ അവരുടെ പാൻറ് ഇങ്ങനെ മടക്കി വെക്കാമോ, കൈ ഇങ്ങനെ മടക്കി തെറുത്ത് വെക്കാമോ. അങ്ങനെ ഈ നിസ്കരിക്കുന്ന പുരുഷന്മാർ അവരുടെ പാൻറ്റും അവരുടെ കൈയൊക്കെ മടക്കി വെക്കാതിരിക്കലാണ് നല്ലത്. ഇനി ഒരാളുടെ പാൻറ് ഈ നെരിയാണിക്ക് താഴേക്ക് നിൽക്കുകയാണെങ്കിൽ അസൂക്ഷ്മതയ്ക്ക് വേണ്ടി
വേണ്ടി അയാൾ പാൻറ് മടക്കി വെക്കുക. ഇനിയിപ്പോൾ കൈയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഫുൾ കൈ ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ മടക്കി വെക്കൽ കറാഹത്താണ്, അത് അഴിച്ചിടലാണ് വേണ്ടത്. പിന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടി കെട്ടി വെക്കാമോ? മുടി കെട്ടി വെച്ച് ഇപ്പോൾ നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പോൾ മുടി ഇങ്ങനെ കെട്ടിവെച്ചില്ലെങ്കിൽ അവർ ധരിക്കുന്ന മക്കന ഉണ്ടല്ലോ, ആ മക്കനയുടെ ഉള്ളിൽ കൂടി ചിലപ്പോൾ പുറത്തേക്ക് മുടി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഈ നെറ്റി ഉണ്ടല്ലോ, നെറ്റിയിലെ കൂടി ഇങ്ങനെ മുടി ഇങ്ങനെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നിസ്കരിക്കാം, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കാരണം അത് ബുദ്ധിമുട്ടിൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ മറ്റേ പടമുള്ള മുസല്ലി, ഇപ്പോൾ കഅബയുടെ ചിത്രമൊക്കെ ഉള്ള മുസല്ല ഉണ്ടല്ലോ, അതിലൊക്കെ നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പം, നിസ്കാരമൊക്കെ ശരിയാകും, പക്ഷെ കറാഹത്താണ്. കാരണം നമ്മൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ പല തരത്തിലുള്ള കോലും രൂപമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ശ്രദ്ധ പോകും. നിസ്കാരത്തിൽ ഫാത്തിഹ നമ്മൾ ഓതുന്നുണ്ട്, സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട്, റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷേ ശ്രദ്ധ മുഴുവൻ എന്തല്ല, നിസ്കാരത്തിലല്ല, മറിച്ച് അതിനകത്ത് കാണുന്ന ചിത്രപ്പണിയിലും ആ കഅബയുടെ ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ അതെന്താണ്, കറാഹത്താണ്. അപ്പോൾ അത് നിസ്കരിക്കുന്നതുകൊണ്ട് നിസ്കാരമൊക്കെ ശരിയാകും, പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് അങ്ങനെയുള്ള മുസല്ലകൾ ഒഴിവാക്കലാണ് നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള മുസല്ല ഉണ്ടെങ്കിൽ പുറമെ ഒരു വെള്ള തുണി വിരിച്ചിട്ട് നിസ്കരിക്കലാണ് നല്ലത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. എല്ലാ സംശയങ്ങളും ഒരൊറ്റ വീഡിയോയിൽ പറയുകയാണെങ്കിൽ എന്താണ് മണിക്കൂറുകളോളം നീണ്ടുപോകും. അതുകൊണ്ട് ചില സംശയങ്ങൾ ഓർമ്മ വന്നത് നമ്മൾ എഴുതി വെച്ചത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്ത് പഠിച്ചാലോ? എന്താണ് ഈ സ്വലാത്തിൻ്റെ ഗുണം? സ്വലാത്തുകൾ നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ എത്രയോ സ്വലാത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എത്രയോ സ്വലാത്തുകൾ, പറഞ്ഞ സ്വലാത്ത് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കി 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സ്വലാത്തായി മഹത്തുക്കൾ പഠിപ്പിച്ചു നൽകുന്ന ഒരു സ്വലാത്താണ്. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വലാത്തായി മഹത്തുക്കൾ പഠിപ്പിച്ചൊരു സ്വലാത്താണ്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ വീണ്ടും ഈ സ്വലാത്തിനെ പറ്റി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോവല്ലേ അല്ലേ? നമ്മുടെ മക്കൾ പുതിയ സ്കൂളുകളിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ മക്കൾക്ക് നല്ല പഠന പുരോഗതി കിട്ടണം, എല്ലാ വിഷയത്തിനും ഫുൾ A+. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ എല്ലാ മക്കളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ഒരു കുട്ടിയെ താമരശ്ശേരി ഭാഗത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, താമരശ്ശേരി ഭാഗത്ത് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ കൊലപാതകം ചെയ്ത കുട്ടികളിൽ 2 പേർക്ക് ഫുൾ A+ മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം മോശമായിട്ട് ഫുൾ A+ കിട്ടുന്ന ഒരു പ്രവണത അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഫുൾ A+ വേണം, നമ്മുടെ പഠനത്തിലും നമ്മുടെ മക്കൾക്ക് A+ വേണം. അപ്പോൾ നമ്മുടെ മക്കളുടെ പഠന പുരോഗതിക്കും അവരുടെ സ്വഭാവ സംസ്കരണത്തിനും, ഇപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് 2 ആഴ്ചത്തേക്ക് അവർക്ക് പഠന വിഷയങ്ങളല്ല, മറിച്ച് അവർക്ക് എന്തൊക്കെയാണ് ഉള്ളത്, അവരുടെ സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്, അതുപോലെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ക്ലാസുകൾ, ലഹരിയെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അത് ലഹരിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളെ സമീപിച്ചാൽ എന്ത് നിയമമാണ് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, അവരുടെ പഠന കാലത്ത് അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെയാണ് 2 ആഴ്ചത്തോളം അവർക്ക് ക്ലാസ്സുകളായി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാനും അവരുടെ പഠന പുരോഗതിക്കും വേണ്ടി നമുക്ക് ഈ സ്വലാത്ത്, ആ കുട്ടികൾക്ക് പറ്റുമെങ്കിൽ അവർ ഈ സ്വലാത്ത് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവെ ഈ സ്വലാത്ത് പറയുന്നത് കൊണ്ട് എൻ്റെ മകനെ, എൻ്റെ മകളെ നീ നല്ല മക്കളാക്കി തരണം, നല്ല മോനാക്കി തരണം, നല്ല മോളാക്കി തരണം. ഇപ്പോൾ പ്രണയക്കുരുക്കുകൾ കൂടുന്ന കാലമാണ്. പ്രണയക്കുരുക്കുകൾ മറ്റു സമുദായത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഈ പ്രണയത്തിലായി പോകുന്ന പെൺമക്കളും ആൺമക്കളും ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ എത്രയോ മാതാപിതാക്കളാണ് വിളിച്ചിട്ട് സങ്കടം പറയും, സാധേ എൻ്റെ മകൾ അങ്ങനെയാണ്, അവനിങ്ങനെയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനെ ഞങ്ങൾക്ക് ആകെ ഒരു മോളാണ് അല്ലെങ്കിൽ ഒരു മോനാണ്, എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പം അത്തരത്തിൽ മക്കളുടെ ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ, മക്കൾക്ക് അതിൽ നിന്നുള്ള ഒരു കാവൽ കിട്ടാൻ, കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവാൻ, മാറാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, മറവി രോഗം ഇല്ലാതെയാവാൻ, അതുപോലെ എല്ലാത്തിനും ഉപരിയായി നമ്മുടെ ആഖിബത്ത് നന്നാവണം, നമ്മുടെ
അന്ത്യം നന്നാവണം. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് വേണം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പറ്റുന്നൊരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അഫ്ദലുസ് സ്വലവാത്ത് എന്ന കിതാബിൽ ഈ ഒരു സ്വലാത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഈ ഒരു സ്വലാത്ത് പതിവാക്കി എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു നൽകുന്ന ഒരു സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രശ്ന പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഒരു ചുരുങ്ങിയതൊരു 3 വട്ടമെങ്കിലും, 3 വട്ടം, അത് മതി, 3 വട്ടം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഈ സ്വലാത്തിന്റെ ഒരു പേപ്പറിൽ എഴുതുക. ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്റ്റഡി റൂം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്ന ആ ടേബിളിന്റെ പുറത്തോ അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു വെച്ചാൽ അവർക്ക് പഠിക്കുന്നതിന് മുമ്പ്, പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് ഒരു വട്ടം ഓതിയിട്ട് അവർ പഠിക്കും. ഇൻഷാ അല്ലാഹ് അവർക്ക് നല്ലൊരു പുരോഗതി ഉണ്ടാകും, പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ സ്വലാത്ത്? اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله. എങ്ങനെ? اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله. എന്താ അതിന്റെ അർത്ഥം? اللهم صل وسلم وبارك على سيدنا محمد وعلى آله. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും സ്വഹാബിമാർക്കെല്ലാം നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. കമാല നിഹായത ലി കമാലിക വഅദദ കമാലി, അറ്റമില്ലാത്ത നിന്റെ കമാലിയത്ത്, നിന്റെ പൂർണ്ണത പോലെ, നിന്റെ പൂർണ്ണതയുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹുവേ പടച്ച റബ്ബേ മുത്തായ ഹബീബിനും അവിടുത്തെ സ്വഹാബിമാർക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ് എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. അപ്പോ ഈ ഒരു സ്വലാത്ത് ഒന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലി. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലി. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കുക. ഒരു പേപ്പറിൽ എഴുതി വെച്ച് നമ്മുടെ മക്കൾക്ക് അവർ പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്വലാത്ത് പറയട്ടെ, വലിയ ഖൈറാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് ഒരു വട്ടം പറഞ്ഞിട്ട് പോകട്ടെ, വലിയ നന്മയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുക, മക്കളോട് പറയാൻ പറയുക, നമ്മൾ പറയുക, എന്നിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കും. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിപ്പോൾ പരമാവധി ദുആകൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. പിന്നെ ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് അൽഹംദുലില്ലാഹ് സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. അപ്പോൾ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച, നാളെ ചൊവ്വ, ബുധൻ, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ സുന്നത്തായ നോമ്പ് പിടിക്കാൻ കരുതിയിട്ടുള്ള ആളുകളുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? ദുൽഹിജ്ജ മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. പിന്നെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ്, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. അതോടൊപ്പം തന്നെ റമളാനിൽ ഖളാ ആയിപ്പോയ നോമ്പുകളും ഈ നോമ്പുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഖളാ വീട്ടാൻ പറ്റുന്നതാണ്. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടാൻ ഉദ്ദേശിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും തലേ രാത്രി തന്നെ നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. ആ കാര്യം ഓർക്കുക. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ പുണ്യമായ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തുള്ള ന്യൂനതകളിൽ നിന്നൊക്കെ ഒഴിവായി ഈ പ്രാവശ്യത്തെ ഉദ്ഹിയ്യത്ത് നല്ല രൂപത്തിൽ നല്ല ഇഖ്ലാസോടുകൂടി നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് പടച്ചവൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണേ, എത്രയോ ആളുകൾ കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ്, അതുപോലെ തന്നെ രോഗങ്ങളാണ്, അതുപോലെ തന്നെ വെള്ളമൊക്കെ പല വീടുകളിലും വെള്ളം കയറി വലിയ പ്രശ്നത്തിലാണ്. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, പ്രശ്നങ്ങൾ, രോഗങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ദുആ വസിയത്ത് പറഞ്ഞ ആരൊക്കെ ഉണ്ടോ അല്ലാഹു തആല എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും അല്ലാഹു തആല ദൂരീകരിച്ച് അല്ലാഹു തആല അവർക്കും നമുക്കും ഖൈറും സന്തോഷവും ബറക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.